നമസ്കാരം. പെൻഷനും ശമ്പളവും ഉടനെ മുടങ്ങും. സർക്കാർ ജീവനക്കാരെ പട്ടിണിയിലേക്കിടാൻ പിണറായി വിജയൻ ഒരുക്കിയ പുതിയ കെണി എന്തായാലും നന്നായിട്ടുണ്ട്. ശമ്പളം മുട്ടില്ലല്ലോ എന്ന് കരുതി പഠിച്ച് PSC എഴുതി പരീക്ഷ ജയിച്ച് ജോലിയിൽ പ്രവേശിച്ചവരുടെ കഞ്ഞിയിൽ മണ്ണിടുന്ന പരിപാടി എന്തായാലും നന്നായിട്ടുണ്ട് പിണറായി വിജയ. പിണറായിയുടെ ഭരണമികവ് കൊണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്ത് വന്നു ചേർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്താണ് സംസ്ഥാനത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. പിണറായി വിജയൻ എത്രത്തോളം നമ്മുടെ കേരളത്തെ കട്ടുമുടിച്ചു എന്ന വിഷയത്തിലേക്ക്. കേരളം സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക തകർച്ചയുടെ വക്കിലാണെന്ന യാഥാർത്ഥ്യം അടിവരയിടുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അണിയറയിൽ നടക്കുമ്പോൾ ഭരണ തുടർച്ചയുടെ അവകാശവാദങ്ങൾ മുഴക്കുന്ന സർക്കാർ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ ഒരു വലിയ കടക്കണിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും വിരമിച്ചവരുടെ പെൻഷനും പോലും നൽകാൻ കഴിയാത്ത വിധം ഖജനാവ് ശൂന്യമായിരിക്കുന്നു എന്നത് അതീവ ഗൗരവകരമായ അവസ്ഥ തന്നെയാണ്. ഓരോ മാസവും നികുതി വരുമാനത്തിന് പുറമെ 2000 കോടി രൂപ വീതം കടമെടുത്ത് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്തിന് വായ്പാ പരിധിയിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ കരാറുകാർക്കും ശമ്പളത്തിനുമായി 10,000 കോടി രൂപ കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ഖജനാവിൽ പണമില്ലാത്ത അവസ്ഥയിൽ സർക്കാർ പകച്ചു നിൽക്കുകയാണ് നിലവിൽ. സംസ്ഥാനത്തിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വരവും ചെലവും തമ്മിലുള്ള അന്തരം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. GST പിരിച്ചെടുക്കുന്നതിലും ഭൂനികുതി വർദ്ധിപ്പിക്കുന്നതിലും സർക്കാർ കാട്ടിയ അനാസ്ഥ റവന്യൂ വരുമാനത്തിൽ വൻ ഇടിവാണ് ഉണ്ടാക്കിയത്. കേന്ദ്ര വിഹിതം കുറഞ്ഞുവെന്ന് പഴി പറയുമ്പോഴും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കൃത്യസമയത്ത് നടപ്പിലാക്കുന്നതിലോ ഓഡിറ്റ് കൃത്യമായി പൂർത്തിയാക്കുന്നതിലോ കേരളം പരാജയപ്പെട്ടു എന്നത് മറച്ചുവെക്കാനാവാത്ത കാര്യമാണ്. കരുതൽ ഫണ്ട് രൂപീകരിക്കുന്നതിൽ വരുത്തിയ വീഴ്ച കാരണം ലഭിക്കേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപ നഷ്ടമായതും സർക്കാരിന്റെ ഭരണപരമായ പരാജയം തന്നെയാണ് വിളിച്ചോതുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതും കയ്യടി നേടാൻ സഹായിച്ചേക്കാമെങ്കിലും അത് താങ്ങാനുള്ള ശേഷി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കടമെടുത്ത് മുടിഞ്ഞ ഒരു സംസ്ഥാനത്തെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും ജനങ്ങളോട് മറുപടി പറയേണ്ടതായി വരും. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചും വികസന പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചും എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാകും നിങ്ങൾക്ക്? വായ്പാ പരിധി വെട്ടിക്കുറച്ചതിനെ രാഷ്ട്രീയമായി നേരിടാൻ ശ്രമിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർത്തതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് കൈ കഴുകാനാകില്ല. വരാനിരിക്കുന്ന മാസങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത പരീക്ഷണങ്ങളുടെ തന്നെയാണ്. ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അത് സംസ്ഥാനത്തിന്റെ സാമൂഹിക സുരക്ഷാ മേഖലയിൽ വലിയ ആഘാതമാകും സൃഷ്ടിക്കുക. കേരളം ഒരു വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്കാണ് കൂപ്പുകുത്തുന്നതിന്റെ വ്യക്തമായ മുന്നറിയിപ്പാണ് നിലവിലെ സാഹചര്യം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് സംസ്ഥാനം ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ തകർച്ചയ്ക്ക് ഉത്തരവാദി കേന്ദ്രത്തിന്റെ നയങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ പിണറായി സർക്കാർ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ പ്രധാന കാരണക്കാരൻ സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക മാനേജ്മെന്റ് ആണെന്ന് വ്യക്തമാകുന്നതാണ്. കഴിഞ്ഞ 8 വർഷത്തിലേറെയായി തുടരുന്ന അനിയന്ത്രിതമായ കടമെടുപ്പും ധൂർത്തുമാണ് ഇന്ന് ശമ്പളവും പെൻഷനവും നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചേർത്തിരിക്കുന്നത്. വരുമാനത്തിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാർ ഓരോ മാസവും കടമെടുത്ത് മാത്രം ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന അപകടകരമായ ശീലമാണ് ഇപ്പോൾ വളർത്തിയെടുത്തിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിന്റെ പൊതു കടബാധ്യത മുൻപെങ്ങുമില്ലാത്ത വിധം കുതിച്ചുയർന്നു. കിഫ്ബി എന്ന പേരിൽ ബജറ്റിന് പുറത്തു നടത്തിയ വായ്പയെടുപ്പുകൾ സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടായിരുന്നു. ഇത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയെ ബാധിക്കുമെന്ന് ഉറപ്പായിരുന്നിട്ടും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായി. ഇന്ന് ആ കടങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ഖജനാവിന് മേൽ വന്ന് പതിക്കുമ്പോൾ കേന്ദ്രം പരിധി വെട്ടിക്കുറച്ചു എന്ന് വിലപിക്കുന്നതിന്റെ ഒരർത്ഥവുമില്ലല്ലോ. ഗ്യാരണ്ടിയുടെ തിരിച്ചടവ് ഉറപ്പാക്കാനുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കുന്നതിൽ കാണിച്ച അനാസ്ഥ പോലും ഭരണപരമായ കെടുകാര്യസ്ഥതയുടെ തെളിവല്ലാതെ മറ്റെന്താണ്? നികുതി പിരിച്ചെടുക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന ദയനീയമായ പരാജയമാണ് മറ്റൊരു പ്രധാന വശം. GST നടപ്പിലാക്കിയ ശേഷം നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലോ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലോ കാര്യമായ ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നും ലഭിക്കുന്ന പണം കൊണ്ട് മാത്രം സംസ്ഥാനത്തെ നയിക്കാമെന്ന വ്യാമോഹം പൂർണ്ണമായും തകർന്നടിഞ്ഞു. അതേസമയം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണത്തിലും സർക്കാർ ആഘോഷങ്ങളിലും ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയതുമില്ല.
സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വിദേശ യാത്രകൾക്കും അതുപോലെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാനും കാട്ടിയ ആവേശത്തിന്റെ ഇരകളായി ഇന്ന് സാധാരണക്കാരായ പെൻഷൻകാരും അതുപോലെ സർക്കാർ ജീവനക്കാരും മാറുകയാണ്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചത് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കിയെങ്കിലും അതിനുള്ള ശാശ്വതമായ വരുമാന സ്രോതസ് കണ്ടെത്താൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പകരം വായ്പ എടുത്ത് പെൻഷൻ നൽകുന്ന രീതിയാണ് പിന്തുടർന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഇത്തരം സാമ്പത്തിക പരീക്ഷണങ്ങൾ സംസ്ഥാനത്തെ ശ്രീലങ്കയ്ക്ക് സമാനമായ ഒരു അവസ്ഥയിലേക്കാണ് തള്ളിയിടാൻ പോകുന്നത്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ പേര് മാറ്റാനും അവ സമയബന്ധിതമായി പൂർത്തിയാക്കി കേന്ദ്ര ഗ്രാന്റുകൾ കൈപ്പറ്റാനും സർക്കാർ പരാജയപ്പെട്ടു. സർക്കാരിന്റെ ഈ വീഴ്ചകൾ മറച്ചുവെക്കാൻ കേന്ദ്രവിരുദ്ധ സമരങ്ങളുമായി തെരുവിലിറങ്ങുന്ന ഭരണകൂടം സ്വന്തം പരാജയം കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടമെടുത്ത് മുടിഞ്ഞ കേരളം ഇന്ന് നിൽക്കുന്നത് തകർന്നു വീഴാൻ പോകുന്ന ഒരു സാമ്പത്തിക ഗോപുരത്തിന് മുകളിലാണ്. ഈ ദുരവസ്ഥയുടെ സമ്പൂർണ്ണ ഉത്തരവാദിത്തം പിണറായി സർക്കാരിന് മാത്രമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സാമ്പത്തിക അടിത്തറ തകർത്തതിൽ പിണറായി സർക്കാരിന്റെ ഭരണപരമായ വീഴ്ചകൾ അതീവ ഗൗരവകരമാണ്. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം കൃത്യമായ ആസൂത്രണമില്ലായ്മയും കെടുകാര്യസ്ഥതയും എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ പാപ്പരാക്കിയത് എന്ന് വസ്തുതകൾ വെച്ച് നമുക്ക് വ്യക്തമാക്കാവുന്നതേ ഉള്ളൂ. സർക്കാരിന്റെ ഏറ്റവും വലിയ ഭരണപരമായ പരാജയം നികുതി പിരിവിലെ കെടുകാര്യസ്ഥത തന്നെയാണ് കേട്ടോ. GST സംവിധാനത്തിലേക്ക് രാജ്യം മാറിയപ്പോൾ അത് കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിൽ കേരളം മമതയെ പരാജയപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ അലംഭാവം കാട്ടി. വാണിജ്യ നികുതി വകുപ്പിനെ പുനഃസംഘടിപ്പിക്കുന്നതിലോ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നികുതി ചോർച്ച തടയുന്നതിലോ ഉണ്ടായ വീഴ്ച ഖജനാവിലേക്ക് എത്തേണ്ട വലിയൊരു തുകയാണ് നഷ്ടപ്പെടുത്തിയത്. പണമില്ലെന്ന് വിലപിക്കുമ്പോഴും നികുതി വെട്ടിപ്പുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നത് ഭരണപരമായ അനാസ്ഥ തന്നെയാണ്. ബജറ്റിന് പുറത്തുള്ള വായ്പ എടുക്കുകൾ വഴി ഭരണഘടനാപരമായ കടമെടുപ്പ് പരിധിയെ മറികടക്കാമെന്ന സർക്കാരിന്റെ അതിബുദ്ധി തിരിച്ചടിയായി. കിഫ്ബി വഴിയും പെൻഷൻ കമ്പനി വഴിയും എടുത്ത വായ്പകൾ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമായി കേന്ദ്രം കണക്കാക്കുമെന്ന് CIG പലതവണ മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ച സർക്കാർ ഭാവിയിലെ സാമ്പത്തിക ആഘാതം കണക്കിലെടുക്കാതെ മുന്നോട്ടു പോയി. ഇന്ന് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുമ്പോൾ അത് അപ്രതീക്ഷിതമാണെന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭരണഘടനാപരമായ ചട്ടങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ നടത്തിയ ഇത്തരം സാമ്പത്തിക പരീക്ഷണങ്ങൾ സംസ്ഥാനത്തെ വലിയൊരു ഗർത്തത്തിലേക്കാണ് തള്ളിയിട്ടത്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതിലെ കാലതാമസവും അനാവശ്യമായ വാശികളും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. പല പദ്ധതികളുടെയും പേര് മാറ്റുന്നതിനും ലോഗോ പതിപ്പിക്കുന്നതിനുമുള്ള തർക്കങ്ങൾ കാരണം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ ഗ്രാന്റുകൾ തടഞ്ഞു വെക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതെല്ലാം ഇവരുടെ വാശിക്ക് മുകളിലാണ് സംഭവിച്ചത്. കൂടാതെ സംസ്ഥാന സർക്കാർ നൽകേണ്ട വിഹിതം കൃത്യസമയത്ത് നൽകാത്തതിനാലും ഓഡിറ്റ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിലെ വീഴ്ചയിലും കേന്ദ്രം സഹായം നിലച്ചു. അവർക്കും പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഉണ്ടാകുമില്ലല്ലോ. പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കാൾ രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്ക് മുൻഗണന നൽകിയ സർക്കാരിന്റെ നടപടി ഭരണപരമായ പാപ്പരത്വം തന്നെയാണ്. ധൂർത്തും അനാവശ്യ ചെലവുകളും നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങൾ, വിദേശയാത്രകൾ, നീന്തൽക്കുളം നിർമ്മാണം, ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കൽ തുടങ്ങിയ ആഡംബരങ്ങൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെലവ് ചുരുക്കൽ പ്രഖ്യാപനങ്ങൾ വെറും കടലാസിൽ മാത്രം ഒതുങ്ങി. സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ട ഭരണകൂടം തന്നെ ധൂർത്തിന് നേതൃത്വം നൽകുന്നത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പെൻഷൻ വിതരണത്തിനായി പ്രത്യേക കമ്പനി രൂപീകരിച്ചതും അതിലേക്ക് ഉയർന്ന പലിശയ്ക്ക് കടമെടുത്തതും ദീർഘവീക്ഷണമില്ലാത്ത നടപടിയായിരുന്നു. വരുമാന സ്രോതസ് ഇല്ലാതെ വായ്പയെടുത്ത് വിതരണം നടത്തുന്ന രീതി ഒടുവിൽ പെൻഷൻ തന്നെ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. കൂടാതെ കേന്ദ്രം നിർദ്ദേശിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ, പ്രത്യേകിച്ച് ഗ്യാരണ്ടി തിരിച്ചടയ്ക്കാനുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കുന്നതിൽ കാണിച്ച വൈമുഖ്യം 3300 കോടി രൂപയുടെ കേന്ദ്ര സഹായം നഷ്ടപ്പെടാനാണ് കാരണമായത്. ഭരണപരമായി ഇത്തരം ഓരോ വീഴ്ചയും കേരളത്തെ വൻ കടക്കണിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഓരോരുത്തരും ആ കെണിയുടെ ഭാഗമാണ്, ആ കടത്തിന്റെ ഭാഗമാണ് നമ്മൾ എല്ലാവരും. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.